ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ക്ലാസ് 9 കെമിസ്ട്രി ചാപ്റ്റർ 2ൻ്റെ അവസാന ഭാഗമാണ് പഠിക്കുന്നത്. അപ്പോൾ പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണത, പീരിയോഡിക് ട്രെൻഡ് എങ്ങനെയാണെന്ന് നോക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പിലും പീരീഡിലും എലമെൻസിൻ്റെ പൊസിഷൻ അനുസരിച്ച്, സ്ഥാനം അനുസരിച്ച് അവരുടെ രാസഗുണവും അതുപോലെ തന്നെ ഭൗതിക സ്വഭാവങ്ങൾക്കൊക്കെ ക്രമാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. റെഗുലറായിട്ട് ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അറ്റോമിക് നമ്പർ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺ വിന്യാസത്തിലും ഷെല്ലുകളുടെ എണ്ണത്തിലും മാറ്റമുണ്ടാകുന്നുണ്ട്. അപ്പം അറ്റോമിക് നമ്പർ വേരി ചെയ്യുന്നതനുസരിച്ച് ഷെല്ലുകളുടെ എണ്ണം കൂടുകയും അതുപോലെ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ചേഞ്ച് വരുന്നതായിട്ട് കാണപ്പെട്ടു. അപ്പോൾ ആറ്റത്തിൻ്റെ വലുപ്പത്തെ പറ്റിയാണ് ആദ്യം നോക്കുന്നത്. അത് ഗ്രൂപ്പിലും പീരീഡും എങ്ങനെ മാറ്റം വരുന്നു, എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആറ്റത്തിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് പ്രധാന ഘടകങ്ങളാണ് ന്യൂക്ലിയർ ചാർജും ഷെല്ലുകളുടെ എണ്ണം. ആറ്റത്തിൻ്റെ വലുപ്പത്തെ സ്വാധീനിക്കുന്ന രണ്ട് പ്രധാന ഘടകങ്ങളാണ് ന്യൂക്ലിയർ ചാർജും ഷെല്ലുകളുടെ എണ്ണം. The size of an atom depends mainly on two factors, nuclear charge and number of shells. ആറ്റത്തിൻ്റെ വലുപ്പത്തെ അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ സൈസിനെ പ്രസ്താവിക്കുന്ന രീതിയാണ് ആറ്റോമിക ആരം എന്ന് പറയുന്നത്. ആറ്റത്തിൻ്റെ സൈസിനെ എക്സ്പ്രസ് ചെയ്യുന്ന ടേമാണ് അറ്റോമിക് റേഡിയസ്, ആറ്റോമിക ആരം എന്ന് പറയുന്നത്. അത് നമ്മുടെ ന്യൂക്ലിയസിൽ നിന്ന്, കേന്ദ്രബിന്ദുവായ ന്യൂക്ലിയസ് മുതൽ ഇലക്ട്രോണുള്ള ബാഹ്യതമ ഷെല്ലിലേക്കുള്ള ദൂരത്തെയാണ് നമ്മൾ അറ്റോമിക് റേഡിയസ് ആയിട്ട് കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദി ന്യൂക്ലിയസ് ടു ദി ഔട്ടർമോസ്റ്റ് ഷെൽ കണ്ടെയ്നിങ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് ഉള്ള ബാഹ്യതമ ഷെല്ല്, ഔട്ടർമോസ്റ്റ് ഷെല്ല് വരെയാണ് നമ്മൾ ആ ഡിസ്റ്റൻസിനാണ്, ന്യൂക്ലിയസിൻ്റെ സെൻറ്റർ മുതൽ അവസാനത്തെ ഇലക്ട്രോൺ ഇരിക്കുന്ന ഷെല്ല് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ അറ്റോമിക് റേഡിയസ്, അറ്റോമിക ആരം എന്ന് പറയുന്നത്. അപ്പോൾ ആറ്റത്തിൻ്റെ വലുപ്പം പ്രസ്താവിക്കുന്ന രീതിയാണ് അറ്റോമിക ആരം എന്ന് പറയുന്നത്, അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസിൻ്റെ കേന്ദ്രബിന്ദു മുതൽ ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുന്ന ബാഹ്യതമ ഷെല്ലിലേക്കുള്ള ദൂരമായാണ് ഇതിനെ കണക്കാക്കുന്നത്. അതായത് ന്യൂക്ലിയർ ചാർജ് ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ന്യൂക്ലിയർ ചാർജ് ഡിപ്പെൻഡ് ഓൺ ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസൻറ്റ് ഇൻ ദി ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് ന്യൂക്ലിയർ ചാർജ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത്. അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ന്യൂക്ലിയർ ചാർജും കൂടും. അങ്ങനെ ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിലുള്ള മൊത്തത്തിലുള്ള പോസിറ്റീവ് ചാർജിനെയാണ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത്. അത് അവിടെയുള്ള പ്രോട്ടോണുകളുടെ എണ്ണത്തിന് ഈക്വലാണ്. അപ്പോൾ അറ്റോമിക് നമ്പർ കൂടുമ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണം കൂടും. പ്രോട്ടോണുകളുടെ എണ്ണം കൂടുമ്പോൾ കൂടുതൽ ശക്തിയായി മാറും, കൂടുതൽ സ്ട്രോങ് ആയി മാറും. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഗ്രൂപ്പ് 1 ആണ് ഇവർ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. താഴോട്ട് പോകും തോറും എന്താണ് സംഭവിക്കുന്നത്? അറ്റോമിക് നമ്പർ കൂടിക്കൂടി വരികയാണ്. അറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് ഷെല്ലുകളുടെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട് അല്ലേ? ഇതാ നോക്കൂ, ലിഥിയം 3 ആണ് അറ്റോമിക് നമ്പർ, അവിടെ ഷെല്ലുകളുടെ എണ്ണം 2 ആണ്. സോഡിയം ആയപ്പോഴത്തേക്ക് 11 എന്ന അറ്റോമിക് നമ്പർ, അവിടെ ഷെല്ലുകളുടെ എണ്ണം 3 ആയി. പൊട്ടാസ്യം 4 ആയി ഷെല്ലുകളുടെ എണ്ണം, റുബീഡിയം 5 ആയി. അങ്ങനെ താഴോട്ട് പോകും തോറും അവിടെ മൂലകത്തിൻ്റെ സൈസ് എന്ത് ചെയ്യുകയാണ്? കൂടിക്കൂടിയാണ് വരുന്നത്. കാരണം ഷെല്ലുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതാണ്. ഗ്രൂപ്പിൻ്റെ താഴോട്ട് പോകും തോറും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിച്ചായി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ മനസ്സിലാവുന്നത് എന്താണ്? ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും ന്യൂക്ലിയർ ചാർജ് വർദ്ധിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ സ്വാധീനത്തെ മറികടന്ന് വിധത്തിൽ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതിനാൽ ആറ്റത്തിൻ്റെ വലുപ്പം കൂടി വരുന്നു. ദോ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് ഡൗൺ എ ഗ്രൂപ്പ്, ഇറ്റ്സ് എഫക്റ്റ് ഈസ് ഓവർകം ബൈ ദി ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് ഷെൽസ് ആൻഡ് ഹെൻസ് ദി സൈസ് ഓഫ് ആറ്റം ഇൻക്രീസസ്. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകും തോറും ന്യൂക്ലിയർ ചാർജ് കൂടിയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു എഫക്റ്റ് മറികടക്കുവാൻ, ആ സ്വാധീനത്തെ മറികടക്കാൻ ഷെല്ലുകളുടെ എണ്ണവും എന്ത് ചെയ്യുന്നുണ്ട്? കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് ആറ്റത്തിൻ്റെ സൈസ് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരും തോറും കൂടിയാണ് വരുന്നത്. പീരീഡിൽ എങ്ങനെയാണെന്ന് നോക്കാം. പീരീഡിൽ നോക്കൂ, രണ്ടാമത്തെ പീരീഡാണ് തന്നേക്കുന്നത്. അവിടെ നോക്കൂ, ഇലക്ട്രോണിക് വിന്യാസം ഓരോ കേസിൽ ലിഥിയം 2 ബെർലിയം 2 ബോറോൺ 2 കാർബൺ 2 നൈട്രജൻ 2 ഇവിടെ എന്താണ്? ഷെല്ലുകളുടെ എണ്ണത്തിന് ഒരു ചേഞ്ചും വരുന്നില്ല. എല്ലാ കേസിലും പീരീഡ് 2ൽ 2 ഷെല്ലുകൾ മാത്രമേ ഉള്ളൂ അല്ലേ? അറ്റോമിക് നമ്പർ കൂടുന്നുണ്ടെങ്കിലും പക്ഷേ ഷെല്ലുകളുടെ എണ്ണത്തിന് ഒരു വ്യത്യാസവും വരുന്നില്ല. അപ്പോൾ മൂവിങ് അലോങ് ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ്,
ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദി നമ്പർ ഓഫ് സെൽസ്. ഒരു പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണത്തിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. എന്നാൽ ന്യൂക്ലിയർ ചാർജ് ക്രമേണ കൂടുന്നുണ്ട്. ബട്ട് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് ഗ്രാജുവലി. ദി അട്രാക്റ്റീവ് ഫോഴ്സസ് ഓഫ് ന്യൂക്ലിയസ് ഓൺ ദി ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഇൻക്രീസസ്. അതുപോലെ തന്നെ ബാഹ്യതമ ഇലക്ട്രോണുകളിൽ ന്യൂക്ലിയസിൻ്റെ ആകർഷണ ബലവും കൂടുന്നുണ്ട്. അതിനാൽ ആറ്റത്തിൻ്റെ വലുപ്പം ക്രമേണ കുറയുകയാണ് ചെയ്യുന്നത്. ഹെൻസ് ദി സൈസ് ഓഫ് ആറ്റം ഗ്രാജുവലി ഡിക്രീസസ് ഇൻ എ പീരീഡ്. ഒരു പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകും തോറും ഷെല്ലുകളുടെ എണ്ണത്തിനൊരു മാറ്റവും സംഭവിക്കുന്നില്ല. പക്ഷെ അവിടെ ന്യൂക്ലിയർ ചാർജ് ക്രമേണ കൂടുന്നുണ്ട്, ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാഹ്യതമ ഷെല്ലിയിരിക്കുന്ന ഇലക്ട്രോണുകൾ, ഔട്ടർമോസ്റ്റ് ഷെല്ലിയിരിക്കുന്ന ഇലക്ട്രോണുകൾ ന്യൂക്ലിയസും തമ്മിലുള്ള ആകർഷണ ബലവും അട്രാക്റ്റീവ് ഫോഴ്സും കൂടുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ആറ്റങ്ങളുടെ സൈസ് കുറഞ്ഞാണ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൈസ് ഓഫ് ദി ആറ്റം ഗ്രാജുവലി ഡിക്രീസസ് ഇൻ എ പീരീഡിൽ ആറ്റത്തിൻ്റെ സൈസ് കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പീരിയോഡിക് ടേബിളിലെ ആറ്റത്തിൻ്റെ സൈസിനെ, ആറ്റത്തിൻ്റെ വലുപ്പത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഘടകങ്ങളാണ് ന്യൂക്ലിയർ ചാർജും അറ്റോമിക് നമ്പരും. അപ്പോൾ ഗ്രൂപ്പിലാണെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകും തോറും ന്യൂക്ലിയർ ചാർജ് കൂടിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഷെല്ലുകളുടെ എണ്ണവും കൂടിയാണ് വരുന്നത്. അപ്പോൾ ആറ്റത്തിൻ്റെ സൈസും ഗ്രൂപ്പിൽ കൂടിയാണ് വരുന്നത്. ഇനി പീരീഡിലാണെങ്കിൽ അവിടെ ഷെല്ലുകളുടെ എണ്ണത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. പക്ഷേ ന്യൂക്ലിയർ ചാർജ് കൂടി വരുന്നുമുണ്ട്. അതുപോലെ തന്നെ ബാഹ്യതമ ഷെല്ലിലിരിക്കുന്ന ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ആകർഷണ ബലം, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുന്നതനുസരിച്ച് അവിടുത്തെ ആറ്റത്തിൻ്റെ സൈസിന് കുറഞ്ഞാണ് പീരീഡിൽ വരുന്നത്. പീരീഡിൽ ആറ്റത്തിൻ്റെ സൈസ് അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ വലുപ്പം ക്രമേണ കുറഞ്ഞാണ് പീരീഡിൽ വരുന്നത്. ഗ്രൂപ്പിൽ ആറ്റത്തിൻ്റെ സൈസ് കൂടിയാണ് വരുന്നത്. പീരീഡിൽ ആറ്റത്തിൻ്റെ സൈസ് ക്രമേണ കുറഞ്ഞുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്